ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഗോത്രവർഗ കോളനിയിലെ 57-കാരനായ ബിമലാണ് മരിച്ചത്. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? വിശദാംശങ്ങൾ എന്താണ്? മോട്ടി, രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ 9 പേരടങ്ങുന്ന സംഘം വനം വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള പാമ്പാർ ലോക്ക് ഹൗസ്, അവിടുത്തെ കാടും വഴിയിലേക്ക് നീണ്ടു നിൽക്കുന്ന കാടും മറ്റും വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി പോയതാണ്. ഈ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വിമൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണുപോയി. ഈ സമയത്ത് കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥലത്തുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ മറയൂരിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ആ സമയത്ത് ജീവനുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം മറയൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. വളരെ ആകസ്മികമായിട്ടുള്ള ഒരു അപകടമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആദിവാസികൾ അടക്കമുള്ളവർ കാട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നോ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വനവുമായി ബന്ധപ്പെട്ട് ഇഴുകി കഴിയുന്ന ആളുകളാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവർ EDC, അതായത് ഫയർലൈൻ, വനം വകുപ്പിന്റെ കാട്ടുതീ പടരുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിന് വേണ്ടി ഫയർലൈൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന EDC അംഗങ്ങളിൽപ്പെട്ട ആളാണ് വിമൽ. ഈ EDC അംഗങ്ങളിൽ ഉൾപ്പെട്ട 9 പേരിൽ 2 സ്ത്രീകളുണ്ട്. അവരാണ് ഈ രാവിലെ ജോലിക്ക് പോയത്. അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാന ആക്രമണം എന്ന കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ കൂടെയുള്ള ആളുകൾ പറയുന്നത് കാട്ടാന ആക്രമിച്ചു എന്ന് തന്നെയാണ്. വനംവകുപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആനയെ കണ്ട് ഓടിയപ്പോൾ വീണ് കാലിന് പരിക്കേറ്റിരുന്നു. ആ സമയത്ത് ആശുപത്രിയിലെത്തിയപ്പോൾ BP കൂടി അതിനിടയിൽ മരണം സംഭവിക്കുകയായിരുന്നു എന്ന വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കൊണ്ട് ആനയെ ആക്രമിച്ചു എന്ന് തന്നെയാണ്. ശരി, ജെയിനിസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാന ആക്രമണത്തിലാണ് മരണമെന്ന് പറയുമ്പോഴും കാട്ടാന ചവിട്ടിയതാണോ മരണകാരണം എന്നത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. കാട്ടാനയെ കണ്ട് ഓടുന്നതിന്റെ ഭാഗമായി വീണ് പരിക്കേറ്റ് മരണം സംഭവിച്ചതാണോ എന്നതും അറിയില്ല. വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട്. ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി. ഞങ്ങൾ രാവിലെ പണിക്ക് പോയതാ. രാവിലെ പണിക്ക് പോകുമ്പോൾ വഴിയിൽ നിന്നത് മറ്റേ പാമ്പാർ ലോകാസ് ഇത് ഞങ്ങൾ വെട്ടാൻ വേണ്ടി പോയതാ. അന്നേരം വഴിക്ക് വരുമ്പോൾ വഴിയിൽ സൈഡിൽ നിന്ന് ഞങ്ങൾ ഓടിച്ചു. ഞങ്ങൾ വഴിക്ക് പകുതിയായി ഓടിച്ചു രട്ടപ്പക്ഷി. പുള്ളി അങ്ങനെ ഓടിച്ചു പോയി താഴെ വീണു. പിന്നെ ആന കയ്യിൽ കൊണ്ട് തട്ടി താഴെ വീണിച്ചു. കാല ചവിട്ടി ഓടിച്ചു. ഇവിടെ നിന്ന് സാർമാർ വണ്ടി അവിടെ നിന്ന് വിളിച്ചു, ക്യാമറ വിളിച്ച് അവർ പിന്നെ വന്ന് വണ്ടിയെ കയറ്റി ചിന്നാർ ചെന്നിട്ട് ചിന്നാറിന്ന് പിന്നെ അങ്ങോട്ട് ഉണർന്ന് മറിയത്.